സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നമ്മൾ SMAW പ്രക്രിയ ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ ഫില്ലറ്റ് ലാബ് ജോയിന്റിന് വേണ്ട പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെ കുറിച്ച് പഠിക്കും. ഉദ്ദേശ്യം: ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. ടാക്ക് വെൽഡിങ്ങിനും വെൽഡിംഗ് പ്രോസസ്സിനും വേണ്ട അനുയോജ്യമായ ഇലക്ട്രോഡുകളെ തിരഞ്ഞെടുക്കാൻ ലാബ് ജോയിന്റിൽ പ്ലേറ്റുകൾ സെറ്റ് ചെയ്യുക. ടാക്ക് വെൽഡ്. SMAW ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ ലാബ് ജോയിന്റ്. നമുക്കിപ്പോൾ SMAW പ്രോസസ്സിലൂടെ ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കനമുള്ള MS പ്ലേറ്റിൽ ഫില്ലറ്റ് ലാബ് ജോയിന്റിന് വേണ്ട ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, പ്രിക് പഞ്ച്, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് വയറും, ഇലക്ട്രോഡ് ഹോൾഡർ. ഇലക്ട്രോഡുകൾ: പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, SMAW വെൽഡിംഗ് പ്ലാന്റ് മെഷീനും അതിന്റെ സെറ്റപ്പ് അക്സസറികളും, സി ക്ലാമ്പ്. നമുക്കിപ്പോൾ SMAW പ്രോസസ്സിലൂടെ ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കനമുള്ള MS പ്ലേറ്റിൽ ഫില്ലറ്റ് ലാബ് ജോയിന്റിന് വേണ്ട പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനെ കുറിച്ച് നോക്കാം. ഉചിതമായ സുരക്ഷാ ഗിയറുകൾ ധരിക്കുക. 150 mm നീളവും 50 mm വീതിയും 10 mm കനമുള്ള MS പ്ലേറ്റ് മുറിച്ചെടുക്കുക. പ്ലേറ്റിന്റെ ഉപരിതലം വൃത്തിയാക്കുകയും ചതുരാകൃതിയിൽ അരികുകൾ ഫയൽ ചെയ്യുകയും വേണം. വിടവൊന്നുമില്ലാതെ ഫില്ലറ്റ് ലാബ് സജ്ജീകരിക്കുകയും വേണം. രണ്ടറ്റങ്ങളിലെയും പ്ലേറ്റുകൾ ടാക്ക് ചെയ്യുക. ലാപ്പിംഗ് ഡിസ്റ്റൻസ് 20 mm ആയി നിർത്തണം. ഓവർഹെഡ് വെൽഡിങ്ങിനായി വെൽഡിനെ ക്ലാമ്പ് ചെയ്യുക. ഓരോ റണ്ണിനു വേണ്ടിയും ഇലക്ട്രോഡുകളെ തയ്യാറാക്കി നിർത്തുക. റൂട്ട് റൺ ഉപയോഗത്തിനായി 3.15 mm ഇലക്ട്രോഡും 110 amps കറണ്ടും വേണം. സെക്കൻഡും തേർഡും റണ്ണിന് 3.15 mm ഇലക്ട്രോഡും 110 amps കറണ്ടും വേണം. പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷൻസ് എന്തെല്ലാമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് SMAW പ്രക്രിയ ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ ഫില്ലറ്റ് ലാബ് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഓവർഹെഡ് വെൽഡിങ്ങിനായി വെൽഡിനെ ക്ലാമ്പ് ചെയ്യുക. 3.15 mm ഉള്ള ഒരു MS ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. $110 amps കറണ്ടിൽ സെറ്റ് ചെയ്യുക. ബോട്ടം പ്ലേറ്റിന്റെ ഉപരിതലത്തിലും ടോപ്പ് പ്ലേറ്റിന്റെ അരികുകളും തമ്മിൽ 45 ഡിഗ്രി കോണളവ് നൽകി ക്രാറ്ററിൽ നിന്നും ഒരു 15 ഡിഗ്രി നേരിയ ചെരിവ് നൽകി ഇലക്ട്രോഡിനെ നിർത്തുക. ഇലക്ട്രോഡിനെ വീവിംഗ് ചെയ്യാതെ ആദ്യത്തെ ബീഡിനെ റൂട്ടിൽ തന്നെ വെക്കുക. ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് ബീഡിൽ നിന്ന് സ്ലാഗ് നീക്കം ചെയ്യുകയും വേണം. വയർ ബ്രഷ് കൊണ്ട് വൃത്തിയാക്കുക. .15 mm ഡയ MS ഇലക്ട്രോഡ് ഉപയോഗിക്കുക. പ്ലേറ്റിന്റെ ഉപരിതലത്തിനും ഫസ്റ്റ് ഫീഡിനുമിടയിൽ 110 amps കറണ്ടിൽ
സെക്കൻഡ് റൺ നിക്ഷേപിക്കുകയും ചെയ്യുക. നേരത്തെ റൂട്ട് റണ്ണ് സൂചിപ്പിച്ചതുപോലെ തന്നെ 45 ഡിഗ്രിയിൽ ഇലക്ട്രോഡ് ആംഗിൾ നിർത്തുക. രണ്ടാമത്തെ ബീഡ് നന്നായി ഡീസ്ലാഗ് ചെയ്യണം. ഒരു 3.15 mm ഡയ ഇലക്ട്രോഡ് സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. 110 ആംസ് കറണ്ടിൽ ടോപ്പ് പ്ലേറ്റിന്റെ അരികുകൾ ഉരുകിപ്പോകാതിരിക്കാൻ പ്ലേറ്റിന്റെ ഉപരിതലത്തിനോട് 45 ഡിഗ്രി ഇലക്ട്രോഡ് ആംഗിളും ഒരു ഷോർട്ട് ആർക്കും ഉപയോഗിച്ച് ടോപ്പ് പ്ലേറ്റിന്റെ ബോട്ടം എഡ്ജിനും ഫസ്റ്റ് ബീഡിനും ഇടയിൽ തേർഡ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. വെൽഡ് നന്നായി പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് SMAW പ്രക്രിയ ഉപയോഗിച്ച് ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കനമുള്ള ഒരു MS പ്ലേറ്റിൽ ഫില്ലറ്റ് ലാബ് ജോയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഉചിതമായ സുരക്ഷാ ഗിയറുകൾ ധരിക്കുക. അണ്ടർകട്ട്, uneven ripples, craters, sputters. Recap. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത്: ഒരു ലാബ് ജോയിന്റിൽ പ്ലേറ്റുകൾ സെറ്റ് ചെയ്യുക, അവയെ ടാക്ക് വെൽഡ് ചെയ്യുക, ഓവർഹെഡ് പൊസിഷനിൽ ലാബ് ജോയിന്റ് ഫില്ലറ്റ് വെൽഡ് ചെയ്യുക, വെൽഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സർഫേസ് ഡിഫെക്ട്സ് ഉണ്ടോ എന്ന് പരിശോധിക്കുക.